ഗുഡ് മോർണിംഗ് ആൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മൈനോറിറ്റി കാരിയേഴ്സ്, എന്താണ് മെജോറിറ്റി കാരിയേഴ്സ്, പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. ഓക്കെ, എന്താണ് മെജോറിറ്റി കാരിയേഴ്സ്, മൈനോറിറ്റി കാരിയേഴ്സ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ നമ്മൾ എടുക്കുമെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്കറിയാം ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ഡോണർ ഇമ്പ്യൂരിറ്റി, നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തായിരുന്നു. ഇതെന്താണ്? എൻ്റെ ഇലക്ട്രോണ്. അപ്പം ഇലക്ട്രോണും ഈ പോസിറ്റീവും കൂടെ ചേരുമ്പം that atom will become neutral. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോൺസ് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അതായത് ഈ ഒരു ബോണ്ടിന് വെളിയിലാണ് ഈ ഫ്രീ ഇലക്ട്രോൺസ്. അതിന് കാരണം എന്തായിരുന്നു? ദാറ്റ് ഈസ് ഇൻ ദ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലാണ്, കണ്ടക്ഷൻ ബാൻഡിലാണ് അതുള്ളത്. ഇവിടെ ആരാണ് കൂടുതൽ? ഇലക്ട്രോൺസ് ആണ് കൂടുതൽ. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ആരാണ് കൂടുതൽ? ഇലക്ട്രോൺസ് ആണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ വിളിക്കുന്ന പേരാണ് മെജോറിറ്റി കാരിയേഴ്സ്. എന്നാൽ അവിടെ എന്തുണ്ട്? ഹോൾസ് ഉണ്ട്. അത് എന്തായിരുന്നു ഹോൾസ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം ഇതൊരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ എന്തുണ്ടായിരുന്നു? ഇലക്ട്രോൺസ് എവിടെയുണ്ട്? കണ്ടക്ഷൻ ബാൻഡില്, വാലൻസ് ബാൻഡിൽ ഉണ്ടായിരുന്നു. കുറച്ച് എനർജി കിട്ടിയപ്പോഴത്തേക്ക് അത് എവിടെ പോയി? കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ എന്തുണ്ട്? ഹോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയിട്ടുണ്ട് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആയിരുന്ന സമയത്ത്. അപ്പൊ എന്തുണ്ട്? ഹോൾസ് എവിടെയുണ്ട്? വാലൻസ് ബാൻഡിലുണ്ട്. അപ്പോൾ ഹോൾസ് ഉണ്ട്. എന്ത്? മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ഹോൾസ് ഉണ്ട്. അപ്പോൾ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്, മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് എന്തുണ്ട്? അവിടെ ഹോൾസ് ഉണ്ട്. പി ടൈപ്പ് സെമി കണ്ടക്ടർ എടുക്കുവാണെങ്കിൽ എന്താണ്? ഹോൾസ് ആണ് അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ്. അപ്പോൾ ആ ഹോൾസ് ആര് കാരണമാണ്? ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് കാരണമുണ്ട്. അതോട് കൂടെ തന്നെ എന്തുണ്ട്? ഇൻട്രിൻസിക് ആയിരുന്ന സമയത്ത് കുറച്ച് ഇലക്ട്രോൺസ് എവിടെ എങ്ങോട്ട് പോയിട്ടുണ്ട്? വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയിട്ടുണ്ട്. ആ ഹോൾസും എവിടെയുണ്ട്? ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറിലുണ്ട്. അതുകൂടാതെ ആ സമയത്ത് പോയ ഇലക്ട്രോൺസ് എവിടെയുണ്ട്? കണ്ടക്ഷൻ ബാൻഡിലുണ്ട്. അപ്പൊ മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് എന്തുണ്ട്? ഇലക്ട്രോൺസും ഉണ്ട്. മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് എന്തുണ്ട്? ഹോൾസും ഉണ്ട്. ഓക്കെ, ദെൻ പി എൻ ജംഗ്ഷൻ, അതായത് ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കൂടെ ഒരുമിച്ച് ചേർക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് എന്ത്? പി എൻ ജംഗ്ഷൻ. എങ്ങനെയാണ് ഒരു പി എൻ ജംഗ്ഷൻ നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റുന്നത്? അപ്പോൾ സാധാരണ നമ്മൾ പി എൻ ജംഗ്ഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിനെ എടുത്തു, എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെ എടുത്തു, രണ്ടും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്തു. അങ്ങനെയല്ല, ഇതിനൊരു മെത്തേഡ് ഉണ്ട്. അങ്ങനെയാണ് പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്. അതായത് ഒരു എൻ ടൈപ്പ് ജെർമേനിയത്തെ നമ്മൾ എടുത്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇന്ത്യം നമുക്കറിയാം അത് എന്ത് ഇമ്പ്യൂരിറ്റിയാണ്? ദാറ്റ് ഈസ് എ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി. അപ്പൊ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിനെ നമ്മൾ ഈ ജെർമേനിയൻ സ്ലാബിൽ നമ്മൾ പ്ലേസ് ചെയ്തു. എന്നിട്ട് 500 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ചൂടാക്കിയപ്പോഴത്തേക്ക് എന്ത് പറ്റി? ഈ ഇന്ത്യത്തിന്റെ ഉരുകി. അതേപോലെ തന്നെ ഈ എൻ ടൈപ്പ് ജെർമേനിയം എന്ത് ചെയ്തു? ഈ ഒരു ചെറിയ പോർഷനിൽ എന്ത് ചെയ്തു? ഉരുകി. അപ്പൊ ഈ ഇന്ത്യം എങ്ങോട്ട് ചെല്ലും? ഈ എൻ ടൈപ്പ് ജെർമേനിയത്തിലേക്ക് ചെന്നു. അപ്പൊ ഇന്ത്യം എന്താണ്? ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ അതൊരു സെമി കണ്ടക്ടർ ആയിരുന്നേ. അപ്പൊ എന്ത് സംഭവിച്ചു? ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തപ്പോഴത്തേക്ക് അത് എന്തായി മാറി? പി ടൈപ്പ് സെമി കണ്ടക്ടർ ആയിട്ട് മാറി. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ എന്ത് ചെയ്തു? നമുക്ക് ടെമ്പറേച്ചർ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കൊണ്ട് നമുക്കത് ഇളക്കി മാറ്റാൻ പറ്റും. മനസ്സിലായല്ലോ പറഞ്ഞേ? അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പി എൻ ജംഗ്ഷൻ നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പം എന്താണ് ഒരു പി എൻ ജംഗ്ഷന്റെ പ്രോപ്പർട്ടീസ്? അതായത് ഇതൊരു പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. പി ടൈപ്പിൽ എന്താ ഉള്ളത്? നെഗറ്റീവ്ലി ചാർജ്ഡ്, അല്ലെങ്കിൽ എന്ത് വിളിക്കുക? അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ്, ഹോൾസ്. അപ്പൊ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, ഹോൾസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓർക്കേണ്ടത്, അതായത് ഇത് ജോയിൻ ചെയ്യുന്ന മൊമെന്റിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾസും ഇലക്ട്രോൺസും, ഈ അടുത്ത് കിടക്കുന്ന ഹോൾസും ഇലക്ട്രോൺസും, ഇത് ഇത്രയെന്ന് പറയുന്ന പി ടൈപ്പ് സെമി കണ്ടക്ടർ, ഇത്രയെന്ന് പറയുന്ന എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഇത് അടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഉടനെ എന്താ സംഭവിക്കുന്നേ? ഇവര് തമ്മിൽ റീകമ്പൈൻ ചെയ്യും. ഓക്കെ, അതായത് ഇതൊരു പി ടൈപ്പ് സെമി കണ്ടക്ടർ, ഇതൊരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ എന്തുണ്ട്? അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി വിത്ത് ഹോള്. അതേപോലെ തന്നെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ എന്തുണ്ട്? ഡോണർ ഇമ്പ്യൂരിറ്റി വിത്ത് ഇലക്ട്രോൺ. ഇത് ജോയിൻ ചെയ്യുന്ന മൊമെന്റിൽ തന്നെ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് സംഭവിക്കും? ഇതിനടുത്തുള്ള പോർഷനിലെ ഇലക്ട്രോൺസും ഹോൾസും തമ്മിൽ റീകമ്പൈൻ ചെയ്യും. ഈ ഇലക്ട്രോണും ഹോളും തമ്മിൽ റീകമ്പൈൻ ചെയ്യും. അതായത് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ ഹോൾ ഉണ്ടോ? ഇല്ല, മിസ്സിംഗ് ഓഫ് ഇലക്ട്രോൺ ആണ് ഹോൾ. അപ്പോൾ ഹോൾ നഷ്ടപ്പെട്ടു. അതായത് ഇതിന് പറഞ്ഞ പേരാണ് റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ്
ഹോൾസ് ആ ഒരു മൊമെന്റിൽ തന്നെ. അപ്പൊ ഇത്രയും പോർഷനിൽ എന്തില്ല, ഫ്രീ ഇലക്ട്രോൺസോ ഫ്രീ ഹോൾസോ ഇല്ല. അതായത് ഇവിടെയുള്ള ഇലക്ട്രോണും ഇവിടെയുള്ള ഹോളും തമ്മിൽ റീകമ്പൈൻ ചെയ്യണമെന്നില്ല. കാരണം ഇവര് തമ്മിൽ ഇടയ്ക്ക് എന്ത് പറ്റി, ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ ഇലക്ട്രോണും ഹോളും റീകമ്പൈൻ ചെയ്തു, ഈ ഇലക്ട്രോണും ഹോളും റീകമ്പൈൻ ചെയ്തു, ഈ ഇലക്ട്രോണും ഹോളും റീകമ്പൈൻ ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇലക്ട്രോണും ഈ ഹോളും തമ്മിൽ റീകമ്പൈൻ ചെയ്യണ്ടേ? അത് ചെയ്യത്തില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പോസിറ്റീവ് എന്ത് ചെയ്യും, ഈ ഹോളിനെ എന്ത് ചെയ്യും, റിപ്പല് ചെയ്യും. അതായത് ഈ പോസിറ്റീവ്, ഹോളിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. അപ്പൊ ഇപ്പൊ ഇതിന് ചാർജ് ഉണ്ടോ? അതായത് തുടക്കത്തിൽ ഇതിന് ചാർജ് ഉണ്ടായിരുന്നോ? ഇല്ല. അതിന് കാരണം എന്താണ്, ഇവിടെ ഇലക്ട്രോണും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു, ന്യൂട്രൽ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ന്യൂട്രൽ ആണോ? അല്ല. ഇപ്പൊ എന്ത് ചാർജിലാണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് ഈ ഹോളിനെ റിപ്പല് ചെയ്യും. ഈ നെഗറ്റീവ് ചാർജ് ആരെ റിപ്പല് ചെയ്യും, ഈ ഇലക്ട്രോണിനെ റിപ്പല് ചെയ്യും. ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്. അപ്പം ഈ ഫർദർ ഇലക്ട്രോൺ മൂവ്മെന്റിനെ അല്ലെങ്കിൽ ഫർദർ ഹോൾ മൂവ്മെന്റിനെ ഈ ഇംപ്യൂരിറ്റി ആറ്റംസ് എന്ത് ചെയ്യും, തടയും. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ, അല്ലെങ്കിൽ ഒരു ബാരിയർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കാനുള്ള കാരണം, ഇത് ജോയിൻ ചെയ്യുന്ന മൊമെന്റിൽ തന്നെ എന്ത് സംഭവിച്ചു, ഈ ഇലക്ട്രോൺസും ഹോൾസും റീകമ്പൈൻ ചെയ്തു. അപ്പൊ ഫ്രീ കാരിയേഴ്സ് ഇല്ല, ഫ്രീ ചാർജ് കാരിയേഴ്സ് ഇല്ല. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കാം, ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കാം. അതോടൊപ്പം തന്നെ ഈ ഇലക്ട്രോണിന്റെ മൂവ്മെന്റിനെ ഇത് തടയുന്നുണ്ട്, ഈ ഹോളിന്റെ മൂവ്മെന്റിന് തടയുന്നുണ്ട്. അതിനെ വിളിക്കാം ബാരിയർ ഏരിയ, അല്ലെങ്കിൽ ബാരിയർ റീജിയൻ നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. ഇതിന് അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ പറയുന്ന പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ. ആ ബാരിയർ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്യുന്ന മൊമെന്റിൽ എന്ത് സംഭവിക്കും, ഈ ഇലക്ട്രോണ് എങ്ങോട്ട് ഒഴുകും, ഇങ്ങോട്ട് ഒഴുകാനായിട്ട് പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ വോൾട്ടേജ് സോഴ്സ്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ബാരിയർ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ഇവന്തില്ല, ഇവിടെ ഇലക്ട്രോൺസും അല്ലെങ്കിൽ ഹോൾസും ഇല്ല. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ ലെയർ. ഈ ഡിപ്ലീഷൻ അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യലിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ, ജെർമേനിയം ആണോ സിലിക്കൺ ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ തന്നെ എമൗണ്ട് ഓഫ് ഡോപ്പിംഗ്, എന്തുമാത്രം ഡോപ്പിംഗ് അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇലക്ട്രോണിന്റെ എണ്ണവും ഹോളിന്റെ എണ്ണവും ഡോപ്പിംഗിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. ഡോപ്പിംഗ് കൂടിക്കഴിഞ്ഞാൽ, ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഒരുപാട് ഹോൾസ് ഉണ്ടാവും. അതേപോലെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. സിലിക്കന്റെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.7 വോൾട്ട് ആണ്. അതായത് ഈ PN ജംഗ്ഷൻ അക്രോസ് ഒരു 0.7 വോൾട്ടിന് മുകളിൽ നമ്മൾ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യത്തുള്ളൂ, ഇങ്ങോട്ട് മൂവ് ചെയ്യത്തുള്ളൂ. അതായത് ഇവിടെയുള്ള ഈ ഒരു പൊട്ടൻഷ്യൽ, അതായത് PN ജംഗ്ഷൻ ഫോം ചെയ്യുന്ന ആ മൊമെന്റിൽ തന്നെ എന്ത് സംഭവിച്ചു, ഈ ഇലക്ട്രോണും ഹോളും റിക്കമ്പൈൻ ചെയ്തിട്ട് എന്ത് സംഭവിച്ചു, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായി. ആ ബാരിയർ പൊട്ടൻഷ്യൽ ആണ് 0.7 വോൾട്ട്. ജെർമേനിയത്തിൽ അത് 0.3 വോൾട്ട് മാത്രമേ ഉള്ളൂ. ദെൻ ഒരു PN ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു, ഡിപ്ലീഷൻ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഫർദർ ഫ്രീ ഇലക്ട്രോണിന് എന്ത് ചെയ്യുന്നു, മൂവ്മെന്റിനെ അത് തടയും. അതുകൊണ്ട് ഇതിന് വിളിക്കുന്ന പേര് ബാരിയർ പൊട്ടൻഷ്യൽ നമുക്ക് വിളിക്കാം. പക്ഷെ നമ്മൾ ഇതിന് പ്രോപ്പറായിട്ട് ഇതിന് വോൾട്ടേജ് കൊടുക്കുന്ന മൊമെന്റിൽ എന്ത് സംഭവിക്കും, ഈ ഇലക്ട്രോൺസും ഹോൾസിന്റെ മൂവ്മെന്റ് നടക്കും. അപ്പൊ ഈ പൊട്ടൻഷ്യലിനെ അത് ഓവർകം ചെയ്തിട്ടായിരിക്കും ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, so thank you, stay happy. We will discuss more about the biasing in the next class. So thank you.